Hello guys, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ഗോപ്രോയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോപ്രോ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നമ്മൾ ഗോപ്രോ എടുത്ത് മെയിൻലി മോട്ടോ വ്ളോഗിങ് ചെയ്യാനുണ്ട്. പക്ഷേ ഗോപ്രോ ബൈക്കിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ അതിന് മൈക്ക് അഡാപ്റ്റർ അല്ലെങ്കിൽ മൈക്കില്ലാണ്ട് നമുക്ക് ബൈക്കിൽ റൈഡ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം വിൻഡ് കാരണം നമ്മൾ പറയുന്ന ഒന്നും ക്യാപ്ചർ ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഗോപ്രോ ഇതുവരെ മോട്ടോ വ്ളോഗിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരുന്ന് ഞാൻ ഒരുപാട് കടയിലൊക്കെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഇതിൻ്റെ മീഡിയ മോഡുണ്ടോ, ഇതിൻ്റെ മൈക്ക് അഡാപ്റ്റർ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് കടയിൽ വിളിച്ച് ചോദിച്ചു. പക്ഷെ ഒരു കടയിലും എത്തിയിട്ടില്ല. ജാനുവരിയിൽ എത്തത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിഷ് ഫ്രീക്സിലെ ചേട്ടൻ ഗോപ്രോ 9 ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ലഡ് പൊട്ടിയത്. കാരണം പുള്ളിയുടെ ക്യാമറയ്ക്ക് വേണ്ടി ഗോപ്രോ 9 വേണ്ടി മീഡിയ മോഡ് പർച്ചേസ് ചെയ്തു. അങ്ങനെയാണ് ഞാനും പെട്ടെന്ന് എൻ്റെ ഗോപ്രോ 9 മീഡിയ മോഡിൻ്റെ കാര്യം ഓർത്ത് വീണ്ടും കടയിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ കടയിൽ പറഞ്ഞു സ്റ്റോക്ക് വന്നത് തീർന്നു പോയിന്ന്. അങ്ങനെ 3-4 കടയിൽ വിളിച്ചതിന് ശേഷം പെൻഡാമേനകയിലുള്ള ടോക്കിയോ ഷോപ്പിൽ പോയി അവിടെ സാധനമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നലെ ടോക്കിയോ ഷോപ്പിൽ പോയിട്ട് നമ്മൾ സ്വന്തം ആ ഒരു ഗോപ്രോ 9 മീഡിയ മോഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീഡിയ മോഡിൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും ചെറിയൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്നലെ മേടിച്ച പ്രൊഡക്റ്റാണ്. ഇന്നലെ വൈകുന്നേരം വീഡിയോ എടുക്കാൻ വേണ്ടി പാടത്തൊക്കെ വന്നപ്പോൾ ഒടുക്കത്തെ കാറ്റും മഴയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് ബൈക്കിൽ മൗണ്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ആദ്യം ഇതിൻ്റെ അൺബോക്സിങ്, പിന്നെ ഇതിൻ്റെ റിവ്യൂ, പിന്നെ ഇതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ 9 മീഡിയ മോഡിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ ഏകദേശം 7500 രൂപ കേട്ടോ ഈ ഒരു ചെറിയ മീഡിയ മോഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനത് ഓപ്പൺ ആക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തുറക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് മീഡിയ മോഡ് വരും. പിന്നെ അതിൻ്റെ ഒരു ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന മൗണ്ടുമാണ് വരുന്നത്. മൗണ്ട് മാറ്റി വെച്ചേക്കുന്നത് സാധാ വരുന്ന മൗണ്ടാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ മീഡിയ മോഡ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം പുറത്തെടുത്ത്. ഇതാ മീഡിയ മോഡിൻ്റെ മുകളിലേക്കുള്ള സ്പോഞ്ച് പോലത്തെ സാധനമാണ്. വിൻഷീൽഡ് എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് വിൻഡിൽ നിന്നൊക്കെ ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ മീഡിയ മോഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ ലുക്കി കാണുമ്പോൾ ഒരു ഗോപ്രോയുടെ കവറായിട്ടൊക്കെ തോന്നും. വെറുതെ ഗോപ്രോയുടെ സൈഡിൽ ഇങ്ങനെ ഒരു കവറിങ് പോലെ വെക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് തോന്നുമെങ്കിലും ഇതാണ് നമ്മുടെ 7500 രൂപയുടെ ചെറിയൊരു മീഡിയ മോഡ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ സാധനം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 40,000 രൂപയ്ക്ക് ഒരു ഗോപ്രോ മേടിച്ച് കഴിഞ്ഞാൽ അതിൽ സംസാരിക്കുന്നെങ്കിൽ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ സാധനം വേണം. 7500 രൂപ മുടക്കണം. ഏകദേശം അതിൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് വരുമ്പോൾ 50-55 രൂപ അടുത്താവും എന്തായാലും. ഒരു 40 രൂപയുടെ ക്യാമറ മേടിക്കുമ്പോൾ അതിൽ ആക്സസറീസ് ആയിട്ട് തന്നെ വരുന്നത് ഏകദേശം 10-12,000 രൂപയോളം വരും. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മീഡിയ മോഡ്. ഇതെങ്ങനെ നമുക്ക് ഇനി ഗോപ്രോയിൽ മൗണ്ട് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 9 എന്ന് പറയുന്നത്. ഗോപ്രോ 9 എന്ന് പറയുന്നത് ഇതെങ്ങനെ മൗണ്ട് ചെയ്യണമെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഗോപ്രോ ആദ്യം എടുത്തിട്ട് ഗോപ്രോയുടെ ഈ ഒരു ഇതിടുന്ന ഭാഗം ഉണ്ടല്ലോ, ബാറ്ററിയൊക്കെ ഇടുന്ന ഭാഗം, അതിങ്ങനെ തുറക്കണം. അത് തുറന്നിട്ട് ഇവിടുന്ന് നല്ല രീതിയിൽ മേലിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഒരു ഒടിച്ചെടുക്കുന്ന രീതിയിലായിരിക്കും. അത് ഒടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന മീഡിയ മോഡ് എടുക്കുക. മീഡിയ മോഡ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ആയിട്ട് അഡാപ്റ്റർ കാണാൻ പറ്റും. 3.5 mm അഡാപ്റ്റർ കാണാൻ പറ്റും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നൈസായിട്ട് ഈ സാധനം ഇങ്ങനെ പയ്യെ വെച്ച് കൊടുക്കുക. കണ്ടോ, അങ്ങനെ വെച്ചൊന്ന് പയ്യെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് അടയ്ക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ മീഡിയ മോഡ് കണക്റ്റ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതുപോലെ തന്നെ മീഡിയ മോഡിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് മൈക്കും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജാക്കുകളാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. HDMI പോർട്ട് ഉണ്ട്, USB മൈക്രോ USB ചാർജർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്സെറ്റ് കുത്താനുള്ള ഹെഡ്ഫോണൊക്കെ കുത്താനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഗോപ്രോ ഓണായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഗോപ്രോയുടെ മീഡിയ മോഡ് കണക്റ്റ് ആയി. ഇവിടെ താഴെയായിട്ട് നമുക്കിവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് മീഡിയ മോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീഡിയ മോഡ് ഓപ്പൺ ആയി വരും. കണ്ടോ, അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ടൈപ്പ് മൈക്കാണ് ഇതിൽ വർക്കാവുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫ്രണ്ട് മൈക്ക്, അതായത് ഇവിടുത്തെ മൈക്ക് ഉണ്ടോ, ഈ മൈക്കിൽ തട്ടുമ്പോഴായിരിക്കും സൗണ്ട് കൂടുതൽ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ സംസാരിക്കുന്ന സമയത്ത് മോട്ടോർ വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ മൈക്ക് യൂസ്ഫുൾ ആകുന്നത്. ഇനി നമ്മൾ ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്യാമറ ഓടിച്ച് വ്ളോഗ് ചെയ്യില്ലേ, അപ്പോൾ ഇവിടുത്തെ മൈക്ക് വർക്കാവും. കണ്ടോ, ഇവിടുത്തെ മൈക്കായിരിക്കും വർക്കാവുന്നത്. ഇനി നമുക്ക് വേണ്ട ക്യാമറയുടെ തന്നെ മൈക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്യാനും പറ്റും. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കിത് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് മീഡിയ മോഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ തന്നെ ആയിട്ട് അതിൻ്റെ പവർ ബട്ടണും വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ സാധനം ഈ സുനാപ്പി നമുക്ക്
ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് ഇരുന്നോളും, അത് ഊരി പോകത്തൊന്നുമില്ല. കണ്ടോ, ഇതാണ് നമ്മുടെ മീഡിയം മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് മീഡിയം മോഡ് വെച്ചുകൊണ്ടൊന്ന് റൈഡ് ചെയ്യാം. മീഡിയം മോഡില്ലാണ്ട് സാധാരണ രീതിയിൽ ഗോപ്രോയുടെ മൈക്ക് വെച്ച് തന്നെ റൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഫൂട്ടേജ് ഒന്ന് കണ്ടിട്ട് വരാം എന്തായാലും. കമ്മലത്തേക്കാണ്. കമ്മൽ എന്തോരം ദൂരം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും പോകാം. നല്ല മഴയും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കിത് പോകാനുള്ളത് ഗോപ്രോയ്ക്കൊരു എക്സ്ട്രാ ബാറ്ററി മേടിക്കണം. അതിന് മീഡിയം മോഡ് കിട്ടുമെന്ന് തോന്നുന്നു. വണ്ടിക്ക് ഇത് മനസ്സിലാവും. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അത് മാറ്റണം. അപ്പോൾ നമുക്ക് എന്തായാലും മീഡിയം മോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് മീഡിയ മോഡ് എന്ന് പറയുന്നത്. മീഡിയ മോഡിൽ നമ്മൾ മൈക്കൊന്ന് കണക്ട് ചെയ്യാണ്ട് മീഡിയ മോഡ് വഴി തന്നെ മൈക്കിൽ കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിന് താത്തിലിട്ട് സംസാരിക്കും. അപ്പോൾ താത്തിട്ടാണ് സംസാരിക്കുന്നത്. കണ്ടോ, എത്രത്തോളം സൗണ്ട് കാര്യങ്ങളുണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. നല്ല രീതിയിൽ മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അടിപൊളി മഴയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രീതിയിൽ മിന്നലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ ബൈക്ക് ഓടിക്കുന്നതിൻ്റെ കാറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയാം എത്രത്തോളം നല്ലതാണ് ഇതിൻ്റെ ക്വാളിറ്റി, മീഡിയം മോഡിൻ്റെ ക്വാളിറ്റി എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റം നമ്മുടെ ഒരു മീഡിയ മോഡ് കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ബൈക്ക് റൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാണ്ട് വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെ കാറ്റും ഈ പറയുന്ന സൗണ്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്കതൊന്നും വലിയ രീതിയിൽ ക്യാപ്ചർ ആവുന്നുണ്ടാവില്ല. എൻ്റെ സൗണ്ട് മാത്രമേ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു 7500 രൂപയ്ക്ക് മേടിക്കുന്ന മീഡിയ മോഡിൻ്റെ ഉപകാരമുണ്ട്. പക്ഷേ അത് പ്രൈസ് കുറച്ച് കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല. ഇനി മുതൽ എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് റൈഡൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ ഗോപ്രോ പുറത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ഞാൻ ഫേസ് കാര്യങ്ങൾ കാണിക്കത്തൊന്നുമില്ല. ജസ്റ്റ് മോട്ടോ വ്ളോഗിങ് മാത്രമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഗോപ്രോ ചെറുതായിട്ടൊന്ന് വീണു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയുടെ ചെറിയൊരു മങ്ങൽ പോലെ കാണിക്കുന്നുണ്ട്. അത് മാറുമോ ഇല്ലയോ നോക്കാം, പണി കിട്ടുമോ ഇല്ലയോ നോക്കാം. അല്ലെങ്കിൽ ഗോപ്രോ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നും ഒരു വീഡിയോ ഞാൻ മിക്കവാറും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാര്യങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ഇറ്റ്സ് മീ ഐഡിഷ് സൈനിങ് ഓഫ്. ബൈ.